ഉർവശി, ഉർവശി, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നീ സെക്യൂരിറ്റി ആയിട്ട് ജോലിക്ക് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. റെഡി ആയിട്ട് രാത്രി ജോലിക്ക് പോവും. രാത്രി എന്തെങ്കിലും ആപത്ത് സംഭവിക്കുകയാണെങ്കിലോ? നീ പോണ്ട. നിനക്ക് ഞാനിവിടെ തനിച്ചിരിക്കുന്നൊന്നും വിഷയമല്ല. പ്ലീസ് എന്നെ വിട്. നിങ്ങൾക്ക് എന്റെ വാല്യൂ ഒന്നും അറിയില്ല. ഓ, അതിനിപ്പോ നീ ആരാ? നിന്നെപ്പറ്റി ഞാനിങ്ങനെ അഭിമാനം കൊള്ളാൻ വേണ്ടി? ഞാനോ? ഞാൻ കാരണമാണ് നിങ്ങളും ഈ ഏരിയയിലുള്ള എല്ലാവരും സമാധാനത്തോടെ രാത്രിയിൽ കിടന്ന് ഉറങ്ങുന്നത്. ഞാൻ രാത്രി രാവിലെ ഉറക്കൊളിച്ചിരുന്ന് നാടിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഞാൻ ഉണർന്നിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളൊക്കെ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങുന്നത്. ഞാൻ എന്റെ ജീവൻ പണയം വെച്ചിരിക്കുക നിങ്ങളുടെയൊക്കെ ജീവൻ രക്ഷിക്കാനായിട്ട്. ഞാനൊരു ധീര വനിതയാണ്. ഈ നാട്ടിലുള്ള എല്ലാവരും എന്നെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യണം. മതിയടി പ്രാന്ത് പിടിച്ചോളെ. എന്നെങ്ങനെ കരയിപ്പിച്ചില്ല നീ. നീ എന്റെ കണ്ണ് തുറപ്പിച്ചു. നീ പോ ഋഷി, നീ പോയിക്കോ. നിന്റെ ജീവിതം നീ ജീവിക്കേ. വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു പോയി പൊട്ടി. ഓ, എന്റെ ഉപ്മാവ് തണുത്ത് കാണും. ശ്രദ്ധിച്ചോളൂ. ആർക്കും എന്നിൽ നിന്നൊന്നും ഒളിക്കാനാവില്ല. ഞാനെല്ലാം കാണുന്നുണ്ടേ. ശ്രദ്ധിച്ചോളൂ. ആർക്കും ഒന്നും ഒളിക്കാനാവില്ല. ഞാനെല്ലാം കാണുന്നുണ്ടേ. ശ്രദ്ധിച്ചോളൂ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. എന്തു കൊണ്ടുവരാൻ? ഈ രാത്രിയിൽ എന്തിനാ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നേ? ഞാൻ നിന്നെയും കാത്തോണ്ടല്ലേ ഇത്രയും നേരം നിന്നത്. എന്നെ വെയിറ്റ് ചെയ്യാനോ? എന്തിനാ? നിന്നെ കാണാതെ, നിന്റെ ശബ്ദം കേൾക്കാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല. ഓ, അങ്ങനെയാണല്ലേ? അതെ, എനിക്ക് തോന്നുന്നത് എനിക്ക് നിന്നോട് ലവ് ആയെന്നാ. ഓ, ലവ് ആയെന്നോ? ആ, എനിക്കും നിന്റെ അടുത്ത് ചെറിയ ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ടേ. അയ്യോ, അടിക്കല്ലേ. നിക്കടവിടെ. ശ്രദ്ധിച്ചോളൂ. എടാ കാലു, നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നീ എപ്പോഴെങ്കിലും എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? ഒരു തവണയെങ്കിലും ചെയ്യാൻ വേണ്ടി അവസരം തന്നൂടെ? പറയ്, നീ എന്ത് ചെയ്യാനാ വന്നത്? അതെന്താന്ന് വെച്ചാ എന്റെ പാല് കാലിയായിരിക്കുക. പ്ലീസ്, നിന്റെ പാലെനിക്ക് കുറച്ച് തരാൻ പറ്റില്ലേ? പാലിനിപ്പൊ നല്ല വിലയാടാ. നീയാണെങ്കി ഡെയിലി വന്ന് പാല് വെച്ചോണ്ടിരിക്കുക. നിനക്ക് നാണമില്ലടാ? അല്ല, എന്തിനാ നാണക്കേട്? നാണം കെട്ടിരുന്ന ഒന്നും നടക്കില്ലല്ലോ. ഒരുപക്ഷെ ഞാൻ ഈവനിങ് വന്നു കഴിഞ്ഞാ നിന്റെ പാലെങ്ങനെ ഞാൻ വാങ്ങുന്നേ? നീ ആളൊരു കുസൃതിയാടാ. ഇത്ര കൊഴുപ്പ് നിനക്ക് വേണ്ടിട്ടല്ലേ ഞാൻ വെച്ചിരിക്കുന്നത്. ഇന്ന് നിന്റെ കുസൃതി ഞാൻ തീർത്ത് തരും, നോക്കിക്കോ. എന്തായി കാണിക്കുന്നേ? ശ്രദ്ധിച്ചോളൂ. അയ്യോ, എന്നെ വെറുതെ വിട്. ആർക്കും എന്നിൽ നിന്നൊന്നും ഒളിക്കാനാകില്ല. ഞാനേ എല്ലാം കാണുന്നുണ്ടേ. അയ്യോ, എന്റെ വീട്. അയ്യോ, ബലം പിടിക്കാതെ. എടാ, നീ ശക്തി പിടിക്കല്ലേ. അടങ്ങിയിരിക്ക്. അയ്യോ, അയ്യോ. അമ്മേ. ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഒന്നും ഒളിക്കാനാകില്ല. ഞാനെല്ലാം കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഒന്നും ഒളിക്കാനാകില്ല. ഞാനെല്ലാം കാണുന്നുണ്ട്. ഹലോ, നെക്സ്റ്റ് പേഷ്യന്റ്. ഓക്കെ. കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടില്ല. കണ്ടു കണ്ടില്ല. ഹലോ മാഡം, നിങ്ങൾ എനിക്ക് എന്ത് ഗുളികയാ തന്നത്?
എന്റെ രോഗം ഭേദമായിട്ടേ ഇല്ല. മരുന്ന് നിങ്ങൾ കഴിച്ചായിരുന്നോ? ആ നിങ്ങൾ എനിക്ക് തന്നതല്ലേ, ഞാനത് കഴിക്കുകയും ചെയ്തു. നിങ്ങൾ ടോണിക് കഴിച്ചായിരുന്നോ? ഇല്ല മാഡം, ടോണിക്ക് നല്ല ചുവന്ന കളറായിരുന്നു. ഓ, ഞാൻ എന്താ പറഞ്ഞേന്ന് വെച്ചാ നിങ്ങൾ ആ മരുന്നൊക്കെ കഴിച്ചായിരുന്നോന്ന്. ഇല്ല മാഡം, ബോട്ടിലിൽ മരുന്ന് നിറച്ചുണ്ടായിരുന്നു. എടാ ബുദ്ധിയില്ലാത്തവനെ, മരുന്ന് കഴിച്ചു ഇല്ലയോന്ന്? ഇല്ല മാഡം, ആ മരുന്ന് ഇപ്പൊ എന്നെയാ കുടിച്ചത്. എടാ മണ്ട, എത്ര ചോദിച്ചിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലല്ലോ. നിനക്കൊക്കെ മനുഷ്യന്മാരെ നോക്കുന്ന ഡോക്ടറല്ല, മൃഗങ്ങളെ നോക്കുന്ന ഡോക്ടറാ വേണ്ടേ. പുറത്തേക്ക് പോടാ, പോവാൻ. ഹലോ, നെക്സ്റ്റ് പേഷ്യന്റ്. ഡോക്ടർ മാഡം, ഡോക്ടർ മാഡം, നിങ്ങൾ എനിക്ക് എന്ത് മരുന്നാ തന്നത്? ആ മരുന്ന് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ഓരോ നാൾ കൂടുന്തോറും കൂടുതൽ കറുപ്പായിക്കൊണ്ടിരിക്കുക. എന്റെ ചേട്ടാ, ഒരു കറുത്ത കാക്ക എന്തൊക്കെ തേച്ച് കുളിച്ചാലും എന്തൊക്കെ ചെയ്താലും അതിന്റെ കറുപ്പ് നിറം മാറാൻ പോകുന്നില്ല. അപ്പൊ മാഡം എങ്ങനെയാ ഇങ്ങനെ വെളുത്തിരിക്കുന്നേ? ഇതാ ദൈവം തന്നതാ ചേട്ടാ. അപ്പൊ ആ മേലെയുള്ള ദൈവം എന്നെ മാത്രം എന്തിനാ ഇങ്ങനെ കറുപ്പാക്കിയത്? മാഡത്തിന് അറിയാവോ, ഞാൻ എവിടെ പോയാലും എന്റെ കറുത്ത കാക്കയെന്നും കറുത്ത കൊരങ്ങനെന്നും ഒക്കെയാ നാട്ടുകാർ വിളിക്കുന്നത്. പിന്നെ കറുത്ത ആടെന്നും വിളിക്കുന്നുണ്ട്. എവിടെ പോയാലും നാട്ടുകാരെന്നെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കുക മാഡം. എനിക്ക് പിന്നെ കല്യാണവും നടക്കുന്നില്ല, എന്റെ ഈ കറുത്ത മുഖം ഉള്ളതുകൊണ്ട്. ഷോ, അതൊട്ടും ശരിയല്ലല്ലോ. ഒരാളുടെ നിറം വെച്ചിട്ട് ഒരിക്കലും കളിയാക്കാൻ പാടുള്ളതല്ല. പക്ഷേ നിങ്ങൾ മനസ്സുകൊണ്ട് വളരെ നല്ലതാ ചേട്ടാ. മാഡം, നിങ്ങൾ എന്ത് നന്നായിട്ടാ സംസാരിക്കുന്നത്. കാണാനും നല്ല സുന്ദരിയാണ്. നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് രണ്ടുപേർക്ക് ചേർന്ന് കല്യാണം കഴിച്ചാൽ എന്താ മാഡമേ? അത് കൊള്ളാലോ. എന്നാ മാഡം ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എനിക്ക് തരുന്ന മരുന്നിലും പിന്നെ എന്നെ കുത്തുന്ന സൂചിയുണ്ടല്ലോ, അതിലെനിക്ക് വെളുക്കാനുള്ള എന്തെങ്കിലും കുത്തിവെക്ക്. എനിക്ക് എന്റെ കല്യാണം നടക്കണം. ഓ, ഇഞ്ചക്ഷൻ ചെയ്യണോ അല്ലേ? ശരി, എങ്കി അവിടെ ഇരുന്നോ, ഇപ്പൊ വരാം. ശരി, ഇരുന്നേക്കാം. മാഡം, നല്ല സ്നേഹത്തോടെ തന്നെ കുത്തണേ. എനിക്ക് സൂചി എന്ന് വെച്ചാ വലിയ ഭയമാ. എനിക്ക് നല്ല നാണം തോന്നുന്നുണ്ട്. നിങ്ങളിത് എന്ത് സൂചിയാ മാഡം എനിക്ക് കുത്തിയത്? ദൈവമേ. ഹലോ, നെക്സ്റ്റ് പേഷ്യന്റ്. മേ ഐ കം ഇൻ മാഡം? കം ഇൻ. ഇരിക്കെ. പറഞ്ഞോളൂ, നമസ്കാരം, എന്താ മാഡം. നിങ്ങളുടെ പ്രശ്നം? പറഞ്ഞോളൂ, എന്താ മാറ്റർ? ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമായി. ഇതുവരേക്കും ഇവൾക്കൊരു അമ്മയാവാൻ പറ്റിയിട്ടില്ല. ഇതിനെന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? ഇപ്പൊ നമുക്കൊരു ടെസ്റ്റ് എടുത്ത് നോക്കാലോ, എന്തു പറ്റിയെന്നറിയാം. വരൂ, നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കണേ. നിങ്ങൾ കിടക്ക്. ഒന്നുമില്ല, ഡോക്ടറില്ലേ ഇവിടെ? കിടന്നോളൂ. ഇവിടെ നോക്ക്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലും നിങ്ങൾ അറിയണമെന്നില്ല കേട്ടോ. ഇതിനേക്കാളും വലിയ ഇഞ്ചക്ഷൻ ഒന്നും ഇല്ലേ? എന്തു പറ്റി മാഡം? നിങ്ങൾക്കിത് അറിയില്ലേ? നിങ്ങളുടെ ഭാര്യ ഒരു പെണ്ണല്ല, ആണാണ്, ആണ്. അതെ.